ഞങ്ങൾ നൽകുന്നത് ചക്കക്കുരുവല്ല, നികുതി പണമാണ് എന്ന് കൃത്യമായി സർക്കാർ മനസ്സിലാക്കൂ എന്ന് കാസർഗോട്ടെ ഓരോ ജനങ്ങളും പറയുന്നുണ്ട്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ആസ്റ്റർ ഹോസ്പിറ്റൽ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യാപക വിമർശനം. കാസർഗോഡ് കഴിഞ്ഞ 10 വർഷമായി നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് നൽകാത്ത കാസർഗോട്ടെ മെഡിക്കൽ കോളേജും കാസർഗോട്ടെ ജനറൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടവും ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഉയരുന്നത്. 3 വർഷം കൊണ്ട് 190 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച ആസ്റ്ററിന് വേണ്ടിയായിരുന്നില്ല, പകരം സാധാരണക്കാർക്ക് അവരുടെ വീടും പറമ്പും വിൽക്കാതെ ചികിത്സ ലഭ്യമാകുന്ന സർക്കാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ച് ആ ആശുപത്രികൾ ഉദ്ഘാടനം ചെയ്യുന്ന ആളായി കേരള മുഖ്യമന്ത്രി മാറണമായിരുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ എവിടെ തുറന്നു നോക്കിയാലും മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശന കുറിപ്പുകളും വിമർശന വീഡിയോകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് സാധാരണക്കാരായ ജനങ്ങളാണ് ഈ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ആസാദ് മൂപ്പൻ ആസ്റ്റർ കാസർഗോഡ് സ്ഥാപിച്ചത് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ ഉദ്ധരിക്കാനല്ലെന്നും ആശുപത്രി വ്യവസായത്തിന്റെ ഭാഗമായി കച്ചവട താല്പര്യം മുൻനിർത്തിയാണ് ഹോസ്പിറ്റൽ സജ്ജീകരിച്ചതെന്നും ആരോഗ്യ മേഖലയിൽ സർക്കാർ അവഗണിക്കുന്ന സാഹചര്യത്തിൽ ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഹോസ്പിറ്റൽ വ്യവസായികളുടെ ലക്ഷ്യമെന്നും ഇതിന് കത്രിക വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന കർമ്മം ചെയ്യാൻ മുഖ്യമന്ത്രി വരാൻ പാടില്ലായിരുന്നു എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോടുകൂടി ആസ്റ്റർ ആശുപത്രിക്കെതിരെ വ്യാപകമായ നെഗറ്റീവ് പ്രചരണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ ആശുപത്രിയുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ് ഇതിലേറെയുമുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ചില സ്വകാര്യ ആശുപത്രി മുതലാളിമാരുടെ സ്പോൺസർമാരായി പ്രവർത്തിക്കുകയാണെന്ന് STU ദേശീയ വൈസ് പ്രസിഡന്റ് A. അബ്ദുറഹ്മാനും പറഞ്ഞു. സർക്കാർ ആശുപത്രികളെ നോക്കുകുത്തികളാക്കി വൻകിട സ്വകാര്യ ആശുപത്രികൾക്ക് കൊള്ള നടത്താൻ അവരുടെ ബ്രാൻഡ് അംബാസഡർ ആയി ഭരണകർത്താക്കൾ മാറുന്നത് അപകടകരമായ അവസ്ഥയാണെന്ന് ഇദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. A. അബ്ദുറഹ്മാന്റെ ഈ പ്രസ്താവന വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇക്കാര്യത്തിൽ CPM നയം വ്യക്തമാക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോട്ടെ ആരോഗ്യ സംവിധാനങ്ങളുടെ പോരായ്മ കാരണം സാധാരണക്കാരായ ആളുകൾ എല്ലാം വിറ്റുപറക്കിയാണ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. കാസർഗോഡ് ആയതുകൊണ്ട് മരിച്ചു കളയാമെന്നുള്ള ചിന്തയൊന്നും ആർക്കും ഉണ്ടാകില്ല. ജീവിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും. അതിനുവേണ്ടി സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ടി വരും. അതിനുവേണ്ടി വീട് വിൽക്കേണ്ടി വരും, സ്വർണം വിൽക്കേണ്ടി വരും, അതിനുവേണ്ടി പറമ്പ് വിൽക്കേണ്ടി വരും. അങ്ങനെ എല്ലാം വിറ്റുതുലച്ചാണ് പലരും ജീവൻ നിലനിർത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കാസർഗോട്ടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് സർക്കാരിന്റെ സഹായം അത്യാവശ്യമാണെന്ന് കാസർഗോട്ടെ ജനങ്ങൾ മുറവിളി കൂട്ടുന്നത്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ആവശ്യങ്ങളല്ല. കഴിഞ്ഞ 10 വർഷമായി കാസർഗോട്ടെ ജനങ്ങൾ ഇത് സർക്കാരിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞങ്ങളെ മനുഷ്യരായി നിങ്ങൾ പരിഗണിക്കൂ, ഞങ്ങൾ നൽകുന്നത് ചക്കക്കുരുവല്ല, നികുതി പണമാണ് എന്ന് കൃത്യമായി സർക്കാർ മനസ്സിലാക്കൂ എന്ന് കാസർഗോട്ടെ ഓരോ ജനങ്ങളും പറയുന്നുണ്ട്. അതുമാത്രമല്ല, അസ്ഥികൂടമായിരിക്കുന്ന കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ MBBS കോഴ്സും അതുപോലുള്ള നാടകങ്ങൾ അരങ്ങേറുമ്പോൾ എവിടെയാണ് സാധാരണക്കാരന് മെഡിക്കൽ കോളേജിൽ ചികിത്സ എന്നും കൂടി പറയാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട് എന്നും കൂടി ഓർമ്മിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.